ഹായ്, ഗ്രേസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കൽക്കുഴി പാറമുകൾ എന്നുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരാൾ സജസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ സന്തോഷ് എന്ന് പറയുന്ന ഒരു ആംബുലൻസിൻ്റെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞതാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു സ്ഥലമുണ്ട്, പറ്റുകയാണെങ്കിൽ ഒന്ന് ചിത്രീകരിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ സന്തോഷമായിട്ടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോയിട്ട് നമുക്ക് അവിടെയുള്ള വിവരങ്ങളെക്കുറിച്ച് കാണാം. ഒരു വലിയൊരു പാറയാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെയുള്ള വിഷ്വൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. നമ്മുടെ കളത്ര അരുവിക്കര ഇതിനിടയ്ക്ക് കൽക്കുഴി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതിനടുത്ത് കൽക്കുഴി പാറമുകൾ എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ മിച്ചഭൂമി എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഇടയ്ക്കുള്ള റോഡിൽ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നടന്നാണ് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല കയറ്റമാണ്, കല്ലുകൾ ഫുള്ളും അടുക്കിയിട്ടുണ്ട്. അതിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പാറയുടെ തുടക്കം കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് പതിയെ ചവിട്ടി നമുക്ക് അതിൻ്റെ ടോപ്പിലോട്ട് പോവാം. വഴി കറക്റ്റായിട്ട് എനിക്കറിയില്ല, എന്നാലും ആൾക്കാർ നടന്നിട്ടുള്ള വഴിയെ പോവാം.
കാണാവുന്നത് അരുവിക്കര ഡാമാണ് ഈ കാണുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മുടെ കൽക്കുഴി പാറമുകൾ എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇതൊരു വലിയ പാറയാണ്, വലിയ പാറയാണ്. നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാം. ഒരു 360 വ്യൂ ഉണ്ട് ഇവിടെ നിന്ന്. നല്ല കാറ്റുണ്ട്. പിന്നെ അരുവിക്കര ഡാമിൻ്റെ ലോങ് ദൃശ്യം കാണാൻ പറ്റും. അപ്പോൾ വരുന്ന വഴി അല്പം ദുർഘടമാണെങ്കിലും സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അല്പസമയങ്ങളൊക്കെ ഇവിടെ വന്ന് ഇരിക്കാം. പരിചയമുള്ളവർ, ഇവിടെയൊക്കെ ഉള്ളവർ, നാട്ടുകാരൊക്കെ ഒരുപാട് പേര് ഇങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ഈ സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഇവിടുന്ന് ഈ നാട്ടുകാർ തന്നെ ഒരാൾ പറഞ്ഞതാണ് ഈ സ്ഥലം ഒന്ന് നമ്മുടെ ചാനലിലൂടെ ഇടാൻ പറ്റുമെങ്കിൽ ഒന്ന് വരണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ പറഞ്ഞ ചേട്ടൻ നമ്മുടെ സന്തോഷ് ചേട്ടനാണ്. സന്തോഷ് ചേട്ടൻ ആംബുലൻസിൻ്റെ ഡ്രൈവറാണ്. നെടുമങ്ങാട് ആംബുലൻസിൻ്റെ ഡ്രൈവറായിട്ട് ജോലി നോക്കുകയാണ്. അപ്പോൾ സന്തോഷ് ചേട്ടനാണ് നമുക്ക് ഈ സ്ഥലം സജസ്റ്റ് ചെയ്തത്. ചേട്ടനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടത്തേക്ക് വേണ്ടുന്നുള്ള സഹായങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് ഇവിടത്തേക്ക് വഴിയൊക്കെ പറഞ്ഞു തന്ന് നമ്മുടെ ബൈജു ചേട്ടനും പിന്നെ രാജേഷ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചേട്ടനും, രണ്ടുപേരും നമ്മുടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പപ്പ എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞത്. അതുപോലെ നമ്മുടെ മുണ്ടേല, അരുവിക്കര, നെടുമങ്ങാട്, വെള്ളനാട് ഈ സ്ഥലങ്ങളിലേക്ക് കുഞ്ഞു സ്ഥലങ്ങൾ, നല്ല കാണാൻ ഭംഗിയുള്ള കുഞ്ഞു സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ മറക്കരുത്. ഈ ചാനലിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് ആ സ്ഥലങ്ങൾ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ കളത്ര, അരുവിക്കര, അതിനിടയ്ക്കുള്ള കൽക്കുഴി പാറമുകൾ അല്ലെങ്കിൽ മിച്ചഭൂമി എന്ന് പറയുന്ന സ്ഥലത്തെ ദൃശ്യങ്ങൾ. ഇവിടുത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മുന്നേ ഇവിടെ ഈ റബ്ബർ, ബാക്കി ഇപ്പോഴുള്ളതെല്ലാം ഫുള്ള് റബ്ബറാണ് വച്ചിരിക്കുന്നത്. ആ സ്ഥലങ്ങളിലെല്ലാം മുഴുവൻ മരിച്ചിനിയായിരുന്നെന്നും ഒരുപാട് മരിച്ചിനി ഇവിടുന്ന് കയറ്റി ഇവിടെ വെച്ച് ഈ പാറമുകളിൽ വെച്ചിട്ട് ഉണക്കി കയറ്റി വിടുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ ഒരു നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള കുഞ്ഞു സ്ഥലങ്ങളുണ്ടെങ്കിൽ ചാനലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. നല്ല നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ മാറ്റി കാണുന്നത് വരെ ബൈ.